ഭക്താടനത്തിന്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഹൗ ഡു യു ഡിഫൈൻ വാട്ട് ഈസ് ശബരിമല? വേറെ ഏതെങ്കിലും അമ്പലത്തിൽ ഇതേപോലെ പ്രോമിനന്റ് ആയി കറുത്ത വസ്ത്രത്തിന്റെ യൂസ് ഉണ്ടോ? ഇല്ല. 41 ദിവസം വ്രതമുണ്ടോ? 18 പടികളുണ്ടോ? ഇനി അയ്യപ്പനും വളരെ ഫാസിനേറ്റിംഗ് ആയ ഒരു ചരിത്രമുണ്ട് ഈശ്വരീയമായ സങ്കല്പത്തോടൊപ്പം. അതായത് അയ്യപ്പൻ എന്ന പേര് വരുന്നത് അയ്യൻ പ്ലസ് അപ്പൻ, ഈ രണ്ട് വാക്കുകളിൽ നിന്നാണ്. അന്നത്തെ ശൈവരെയും വൈഷ്ണവരെയും ഒരുമിപ്പിച്ച് ആണ് അയ്യപ്പൻ എന്ന പുതിയ പാത തുടങ്ങുന്നത്. ശബരിമല ഒരു ബുദ്ധക്ഷേത്രമാണ് എന്നത് എന്താണ് ശരിക്കും ശബരിമല? പഴയ ഹിന്ദു ക്ഷേത്രങ്ങളെല്ലാം ബുദ്ധക്ഷേത്രങ്ങളും ജൈനക്ഷേത്രങ്ങളുമാണെന്ന് പറഞ്ഞ് ഈ ഹിന്ദു ക്ഷേത്രങ്ങളെ കൊച്ചാക്കാൻ നോക്കാറുണ്ട്. അങ്ങനെ ഒരു ഭ്രാന്തനാണ് താജ്മഹൽ. അതുകൊണ്ട് അമ്പലമായിരുന്നു എന്നൊക്കെ പറയുന്നത്. ചന്ദനവും ഭസ്മവും കുങ്കുമവും ഉണ്ട്. ചന്ദനം വൈഷ്ണവമാണ്, കുങ്കുമം ശിവ ഭക്തരിടുന്നതാണ്, അല്ലെങ്കിൽ ശാക്തേയര് ചുമന്ന കുരു തൊടുന്നവരാണ്. ആ മുദ്രകൾ പോലും ബുദ്ധക്ഷേത്രത്തിന്റെ അല്ലെങ്കിൽ ബുദ്ധന്റെ രൂപത്തിലാണ് ഇരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ബുദ്ധം ശരണം ഗച്ഛാമി, അതിലെ ശരണവും ഈ ശരണവും തമ്മിൽ ബന്ധമുണ്ടെന്നാണ്. അയ്യപ്പൻ വില്ലാളി വീരനാണ്. വില്ലാളി വീരനെ വീരമണി കണ്ഠനെ. ബുദ്ധവിഹാരങ്ങൾക്കും പള്ളി എന്നൊരു പേരുണ്ടായിരുന്നു. വിഗ്രഹാരാധന ബുദ്ധിസത്തിന്റെ ഭാഗമല്ല. പല നൂറ്റാണ്ടുകൾക്ക് ശേഷം മഹാത്മാഗാന്ധിയും സ്വാമി വിവേകാനന്ദനും ഒക്കെ മുമ്പോട്ട് വെച്ച ദർശനം അതേ ഭംഗിയിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുമ്പോട്ട് വെച്ച ആളാണ് സ്വാമി അയ്യപ്പൻ. അതുകൊണ്ട് ഇതൊരു തന്ത്രമൂർത്തിയാണ് അയ്യപ്പൻ. ആ താന്ത്രിക പശ്ചാത്തലമുണ്ട്. അയ്യപ്പന്റേതായ ലെഗസി ഉണ്ട്. അതിൽ രാജശേഖരന്റെ സഹോദരിയായ മായത്തമ്പുരാട്ടിയുടെയും ജയന്തന്റെയും മകനായിട്ടാണ് സ്വാമി അയ്യപ്പൻ ജനിക്കുന്നത്. നമസ്കാരം. ഭക്താടനത്തിന്റെ ദ വെരി ഫസ്റ്റ് എപ്പിസോഡിലേക്ക്, ആദ്യത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സൂര്യ സുജി. വർഷത്തിൽ 2 മാസക്കാലം മാത്രം ഭക്തർക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്ന ഒരു ക്ഷേത്രം. ഘോരവനത്തിന്റെ ഒത്ത നടുക്കായുള്ള ഈ ക്ഷേത്രത്തിലേക്ക് ഈ 2 മാസക്കാലം ആനകളെയും കടുവകളെയും പുലികളെയും ഒന്നും ഭയമില്ലാതെ ഭക്തരുടെ കുത്തൊഴുക്ക് നടക്കാറുണ്ട്. ശബരിമലയെക്കുറിച്ച് ഇന്ന് സംസാരിക്കാൻ കൂടിയുള്ളത് ഹിന്ദു ആക്ടിവിസ്റ്റായ രാഹുൽ ഈശ്വറാണ്. നമസ്കാരം സർ. നമസ്കാരം. നമ്മളെ ഫസ്റ്റ് എപ്പിസോഡാണ്. ബ്ലെസ്സിങ്സ് വേണം. സൂര്യക്ക് എന്തായാലും ഇത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ഭക്താടനം അല്ലേ, നല്ല ഭക്താടനം. ഭക്താടനം എന്നാണ് ഇതിന്റെ പേര്. വളരെ കൗതുകമുള്ളതാണ്. നമ്മൾ തീർത്ഥാടനം എന്നൊക്കെ പറയുന്നത് പോലെ ഭക്താടനം എന്ന് പറയുമ്പോൾ ഭക്തരിലേക്കുള്ളൊരു തീർത്ഥയാത്രയും ഭക്തരുടെ തീർത്ഥയാത്രയുമാണ്. നമുക്ക് എൻ്റർടൈൻമെൻറ്റ് വേണം, ന്യൂസ് വേണം, അത്തരം എല്ലാ നീഷുകളും ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ സ്പിരിച്വാലിറ്റിയോ ഭക്തിയോ വളരെ നല്ലൊരു നീഷാണ്. അപ്പോൾ എനിക്കതിൽ എൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് തന്നെ പങ്കെടുക്കാൻ കഴിഞ്ഞത് വലിയ സന്തോഷവും. താങ്ക് യു. ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും, ശബരിമല ഒരു വിശ്വാസകാന്തമാണ്. എപ്പോഴും വിശ്വാസികൾ ഇങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആനകളും പുലികളും കടുവകളും ഒക്കെ ആ വനത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷെ ഇതിനെയെല്ലാം മറികടന്നിട്ടാണ് ഭക്തരെത്തുന്നത്. ആ ഒരു ഘടകം എന്താണ്, ആ ഒരു എലമെന്റ് എന്താണ്? അല്ലെങ്കിൽ ഒരു ലോക ജനതയോട് പറയാണ് ദിസ് ഇസ് ശബരിമല. സോ ഹൗ ഡു യു ഡിഫൈൻ വാട്ട് ഈസ് ശബരിമല? 2-3 ആസ്പെക്ട്സ് ആണ് ഇതിൽ ഏറ്റവും രസം. ഒന്ന്, ഒരു ബാക്കി അമ്പലങ്ങൾ ശ്രദ്ധിച്ച് കാണും. വേറെ ഏതെങ്കിലും അമ്പലത്തിൽ ഇതേപോലെ പ്രോമിനന്റ് ആയി കറുത്ത വസ്ത്രത്തിന്റെ യൂസ് ഉണ്ടോ? ഇല്ല. 41 ദിവസം വ്രതമുണ്ടോ? 18 പടികളുണ്ടോ? അപ്പോൾ ശബരിമല വളരെ യുണീക്കായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. നിങ്ങൾ ഭക്താടനം എന്ന് പറയുന്നത് പോലെ അമ്പലം എന്നതിനോടൊപ്പം ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. അതായത് ടെമ്പിൾസും പിൽഗ്രിമേജ് സൈറ്റ്സും തമ്മിൽ ഒരു സട്ടിൽ, ഒരു ന്യൂവാൻസ്ഡ് ഡിഫറൻസ് ഉണ്ട്. അതായത് ഇപ്പം എല്ലാ ക്ഷേത്രങ്ങളിലും പോകാൻ പഞ്ചശുദ്ധി, അടിസ്ഥാന ശുദ്ധിയും കാര്യങ്ങളും മതി. ശരീരശുദ്ധി, മനഃശുദ്ധി, വാക്ശുദ്ധി തുടങ്ങിയ കാര്യങ്ങളൊക്കെ മതി. ശബരിമലയിൽ അങ്ങനെയല്ല. പ്രത്യേക ആചാരാനുഷ്ഠാനങ്ങളും വിശ്വാസ പദ്ധതിയുമാണ്. ഓരോ അമ്പലത്തിൻ്റെയും ആത്മാവെന്ന് പറയുന്നത് അവിടുത്തെ പ്രതിഷ്ഠയാണ്. ശബരിമലയിലെ ആത്മാവെന്ന് പറയുന്നത് അവിടെ ശ്രീ ധർമ്മശാസ്താവിൻ്റെ അവതാരമായ നൈഷ്ഠിക ബ്രഹ്മചാരത്തിലുള്ള ബ്രഹ്മചര്യ ഭാവത്തിലുള്ള സ്വാമി അയ്യപ്പനാണ്. അങ്ങനെയാണ് ഈ 41 ദിവസം കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് ലോകത്തിലെ ശബരിമല അയ്യപ്പൻ്റെ നൈഷ്ഠിക ബ്രഹ്മചര്യ പ്രതിഷ്ഠയുള്ള ഏക അമ്പലം ശബരിമലയാണ്. ബാക്കി പല സ്ഥലങ്ങളിലും അയ്യപ്പ പ്രതിഷ്ഠകളുണ്ട്. അവിടെ പ്രതിഷ്ഠാഭാവം നൈഷ്ഠിക ബ്രഹ്മചര്യമല്ല. അതുകൊണ്ടാണ് ശബരിമലയിൽ യുവതികൾക്കടക്കം പ്രായ നിയന്ത്രണം ഉണ്ടാകും. വളരെ യുണീക്കായ ഒരു ടെമ്പിളാണ്. സുപ്രീം കോടതിയിലടക്കം വലിയ കേസുകളും കാര്യങ്ങളും വരുമ്പോൾ ഇതിൻ്റെ കൂടുതൽ ഹിസ്റ്ററി ലോകത്ത് അറിയുകയുണ്ടായി. ഇനി അയ്യപ്പനും വളരെ ഫാസിനേറ്റിംഗ് ആയ ഒരു ചരിത്രമുണ്ട് ഈശ്വരീയമായ സങ്കല്പത്തോടൊപ്പം. ഞാൻ കൗതുകത്തോടൊരു കാര്യം പറയാം. അതായത് അയ്യപ്പൻ എന്ന പേര് വരുന്നത് അയ്യൻ പ്ലസ് അപ്പൻ, ഈ രണ്ട് വാക്കുകളിൽ നിന്നാണ്. അയ്യൻ എന്ന് പറഞ്ഞാൽ വിഷ്ണു എന്നാണ്, അപ്പൻ എന്ന് പറഞ്ഞാൽ ശിവൻ എന്നാണ്.
വിഷ്ണുവിനെയും ശിവനെയും ഒന്നിപ്പിച്ചവൻ, അയ്യനെയും അപ്പനെയും ഒന്നിപ്പിച്ചവൻ, അങ്ങനെയാണ് അയ്യപ്പൻ എന്ന വാക്ക് വരുന്നത്. ഒരു കാലത്ത് നമ്മുടെ ഹിന്ദു സമൂഹത്തിൽ, നമ്മുടെ വിശ്വാസി സമൂഹത്തിൽ ശൈവരെന്നും വൈഷ്ണവരെന്നും പറഞ്ഞ് ഒരു സ്പർദ്ധ നിലനിന്നിരുന്നു, സംഘർഷം നിലനിന്നിരുന്നു. ആ സമയത്ത് സമവായം ഉണ്ടാക്കിയ വ്യക്തിയാണ് സ്വാമി അയ്യപ്പൻ. അങ്ങനെയാണ് അയ്യൻ പ്ലസ് അപ്പൻ എന്ന വാക്കും അയ്യപ്പൻ എന്ന വാക്കും പറയുന്നത്. അയ്യപ്പൻ നമ്മുടെ നാട്ടിലൂടെ വളർന്ന, നമ്മുടെ നാട്ടിലൂടെ ജനിച്ച, ഈ വഴികളിലൂടെ സഞ്ചരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ മലയാളികൾക്ക് വേണ്ട രീതിയിൽ, ഹിന്ദു സമൂഹത്തിനും മലയാളികൾക്കും വിശാലർത്ഥത്തിൽ ഇന്ത്യക്കും പലപ്പോഴും നമ്മുടെ ചരിത്രത്തെക്കുറിച്ച് ബോധവാന്മാരല്ല. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ ലോകാരാധ്യനായ യേശു ക്രിസ്തു എത്ര കാലം മുമ്പ് ജനിച്ചു എന്ന് ചോദിച്ചാൽ നമുക്കെല്ലാം അറിയാം, ഏകദേശം 2000 വർഷം മുമ്പാണ്. എന്നാൽ നമ്മൾ മലയാളികളോട് ചോദിക്കുകയാണ്, എല്ലാ മലയാളികളും ആഘോഷിക്കുന്നതാണ് മഹാബലി. ഇപ്പോൾ ഓണം വരുന്നുണ്ട്. മഹാബലി ഏത് വർഷം ജീവിച്ചു? മഹാബലിയുടെ അച്ഛൻ്റെ പേരെന്താണ്, അമ്മയുടെ പേരെന്താണ് എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് യാതൊരു ഐഡിയയും ഇല്ല. അതേപോലെ സ്വാമി അയ്യപ്പനെ കുറിച്ച് ചരിത്രത്തിൽ ചോദിച്ചാൽ പലപ്പോഴും നമുക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഈ ഭക്താടനത്തിലൂടെ അയ്യപ്പൻ്റെ ചരിത്രത്തിലേക്കൊരു തീർത്ഥാടനം കൂടിയായി മാറട്ടെ, ചരിത്ര വഴിയിലെ അയ്യപ്പനെ തിരയാൻ കൂടി ആകട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. ആ ചരിത്ര വഴിയിലെ അയ്യപ്പനെ നമ്മൾ തിരയുമ്പോൾ അയ്യപ്പൻ്റെ യഥാർത്ഥ പേര് മണികണ്ഠൻ എന്നാണ്. പക്ഷെ ആ പേര് കേട്ട് കാണും. മണികണ്ഠകുമാരനായിട്ടാണ് അദ്ദേഹം ജനിക്കുന്നത്. അന്നത്തെ ശൈവരെയും വൈഷ്ണവരെയും ഒരുമിപ്പിച്ച് ആണ് അയ്യപ്പൻ എന്ന പുതിയ പാത തുടങ്ങുന്നത്. അയ്യപ്പൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഒരു മുസ്ലിമാണ്, അതാണ് വാവർ. അയ്യപ്പൻ്റെ മറ്റൊരു ബെസ്റ്റ് ഫ്രണ്ട് ഒരു ക്രിസ്ത്യാനിയാണ്. ഇവരുടെ രണ്ടുപേരുടെയും പേര് വെളുത്ത. നമ്മുടെ മതസൗഹാർദ്ദത്തിൻ്റെ, സമന്വയത്തിൻ്റെ, പല നൂറ്റാണ്ടുകൾക്ക് ശേഷം മഹാത്മാഗാന്ധിയും സ്വാമി വിവേകാനന്ദനും ഒക്കെ മുമ്പോട്ട് വെച്ച ദർശനം അതേ ഭംഗിയിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പോട്ട് വെച്ച ആളാണ് സ്വാമി അയ്യപ്പൻ. അതാണ് ശബരിമല ഇന്ന് നിർണ്ണയിക്കുന്നതും നിർവചിക്കുന്നതും. അതായത് നൂറ്റാണ്ടുകൾക്കിപ്പുറം ലോകത്ത് മതസൗഹാർദ്ദം, ആത്മീയത, ആചാരാനുഷ്ഠാനങ്ങൾ ഇവയെല്ലാം മുമ്പോട്ട് വെക്കുന്ന സെക്കുലറായ, പ്ലൂറലിസ്റ്റിക് ആയ ഒരു ബഹുസ്വര ആത്മീയ കേന്ദ്രം. അതാണ് ശബരിമല. ശബരിമലയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ചരിത്രമുണ്ട്. അത് പന്തളം രാജാവുമായി ബന്ധപ്പെട്ടാണ്. ഈ സ്ത്രീ പ്രവേശനത്തിന് സമയത്താണ് മറ്റൊരു വായന കൂടി കേട്ടത്. അതായത് ശബരിമല ഒരു ബുദ്ധക്ഷേത്രമാണ് എന്നത്. എന്താണ് ശരിക്കും ശബരിമല? അതായത് എന്താന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ, അതും കോണ്ടെക്സ്റ്റ് അറിഞ്ഞാലേ നമുക്ക് ആൾക്കാർക്ക് പറയാൻ പറ്റൂ, നമ്മുടെ നാട്ടിൽ പലപ്പോഴും ലെഫ്റ്റ് ഹിസ്റ്റോറിയൻസും റൈറ്റ് ഹിസ്റ്റോറിയൻസും ഉണ്ട്. ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നവരും വലതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നവരും. ഇതിൽ ഈ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നവർ പലപ്പോഴും പഴയ ഹിന്ദു ക്ഷേത്രങ്ങളെല്ലാം ബുദ്ധക്ഷേത്രങ്ങളും ജൈനക്ഷേത്രങ്ങളുമാണെന്ന് പറഞ്ഞ് ഈ ഹിന്ദു ക്ഷേത്രങ്ങളെ കൊച്ചാക്കാൻ നോക്കാറുണ്ട്. ഇതേപോലെ വലതുപക്ഷത്ത് നിൽക്കുന്നവർ കാണുന്ന മുസ്ലിം പള്ളികളിലെല്ലാം താഴെ ശിവലിംഗം ഉണ്ടെന്ന് പറയുന്നവരാണ്. മുസ്ലിം പള്ളികളെ മോശമാക്കാൻ ഇതെല്ലാം പണ്ട് അമ്പലങ്ങൾ എന്ന് പറയുന്നവരാണ്. അങ്ങനെ ഒരു ഭ്രാന്തനാണ് താജ്മഹൽ. അപ്പോൾ കൊണ്ട് അമ്പലമായിരുന്നു എന്നൊക്കെ പറയും. ചുമ്മാ പറയുന്നത്, വെറുതെ കള്ളം പറയുന്നതാണ്. അപ്പോൾ ശബരിമല ബുദ്ധക്ഷേത്രമായിരുന്നില്ല. ശബരിമല എന്നും ഹിന്ദു ക്ഷേത്രമായിരുന്നു, താന്ത്രിക പാരമ്പര്യമുള്ള ഹിന്ദു ക്ഷേത്രമായിരുന്നു. എന്നാൽ ഭഗവാൻ ബുദ്ധന്റെ കാലത്ത് ബൗദ്ധ സ്വാധീനങ്ങളടക്കം ശബരിമല സ്വാംശീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ തെറ്റില്ല. അപ്പോൾ ശബരിമലയുടെ ചരിത്രത്തിൽ താന്ത്രിക പാരമ്പര്യത്തിന്, വൈദിക പാരമ്പര്യത്തിന്, ബൗദ്ധ പാരമ്പര്യത്തിന്, അയ്യപ്പൻ്റെ പാരമ്പര്യത്തിന്, ഇതിനെല്ലാം വലിയൊരു ലെഗസി ഉണ്ട്. ഇതിൻ്റെ എല്ലാം കൂടി ഒരു സിനർജിയാണ്. പക്ഷേ അയ്യപ്പ പാരമ്പര്യമാണ് ഏറ്റവും ശക്തമായി ഉയർന്നു നിൽക്കുന്നത്. കുറെ കൂടെ ടെക്നിക്കലി പറഞ്ഞാൽ ശബരിമല അടിസ്ഥാനപരമായി ശൈവ ആഗമങ്ങൾ പിന്തുടരുന്ന ഒരു അമ്പലമാണ്. അതായത് ശബരിമല, എൻ്റെ മുത്തശ്ശൻ ശബരിമലയിലെ ഏറ്റവും കൂടുതൽ കാലം തന്ത്രിയായ സേവനം അനുഷ്ഠിച്ച ബ്രഹ്മശ്രീ കണ്ടൂർ മഹേശ്വര, അദ്ദേഹത്തോടൊപ്പം മേൽശാന്തി സെലക്ഷനൊക്കെ പോകാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ശൈവ ആഗമങ്ങളെ ബേസ് ചെയ്താണ് ശബരിമലയിൽ ഇന്റർവ്യൂ ഒക്കെ മേൽശാന്തിമാരോട് ചോദിക്കുന്നത്. ശൈവ ആഗമ പദ്ധതിയാണ്. എന്നാൽ അതോടൊപ്പം അയ്യപ്പൻ വൈഷ്ണവ എലിമെന്റ്സ് കൊണ്ടുപോകുന്നു, ശാക്ത എലിമെന്റ്സ് കൊണ്ടുപോകും. സൂര്യ ശ്രദ്ധിച്ചു കാണും, ചന്ദനവും ഭസ്മവും കുങ്കുമവും ഉണ്ട്. ചന്ദനം വൈഷ്ണവമാണ്, കുങ്കുമം ശിവഭക്തരിക്കുന്നതാണ്. അല്ലെങ്കിൽ ശാക്തേയര് ഈ ചുമന്ന കുരു തൊടുന്നവരാണ്. ശബരിമല തന്ത്രിമാർ ഇവിടെ പോകുന്നവരും പലപ്പോഴും ഭസ്മവും ചന്ദനവും കുങ്കുമവും ഒരേപോലെ തൊടുന്നവരാണ്. ഇതൊരു സമവായത്തിന്റെ, സമന്വയത്തിന്റെ, ഒരുമിച്ച് ചേരലിന്റെ, സിനർജിയുടെ വലിയൊരു സ്പേസാണ്. അപ്പോൾ ബുദ്ധക്ഷേത്രമായിരുന്നു എന്ന് പറയുന്ന വാദം തെറ്റാണ്. നേരെ തിരിച്ച് ബൗദ്ധ പാരമ്പര്യത്തിന്റെ നല്ല കാര്യങ്ങൾ അവ സ്വാംശീകരിച്ചിട്ടുണ്ടാകാം. അടിസ്ഥാനപരമായൊരു താന്ത്രിക വിധി പ്രകാരമുള്ള ആഗമ സമ്പ്രദായത്തിലെ ഹിന്ദു ക്ഷേത്രമാണ്. ഈ ബുദ്ധക്ഷേത്രാന്ന് വാദിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിലവര് പറയുന്ന ഒരു കാര്യം, ശരണം വിളികൾ കൊണ്ട് മാത്രമല്ല ശബരിമലയെ ഒരു ബുദ്ധക്ഷേത്രമായിട്ട് പറയുന്നത്. പക്ഷെ മറിച്ച് അതിന്റെ മുദ്രകൾ പോലും, ആ മുദ്രകൾ പോലും ബുദ്ധക്ഷേത്രത്തിന്റെ അല്ലെങ്കിൽ ബുദ്ധന്റെ രൂപത്തിലാണ് ഇരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ആ വാദത്തെ ആ വാദം തെറ്റാന്ന് പറയാൻ രണ്ട് കാരണമാണ്. ഭഗവാൻ ബുദ്ധൻ, ഞാൻ അറിയാവുന്നറിയില്ല സൂര്യക്ക്, ബുദ്ധന്റെ ഏറ്റവും വലിയ ചുമർ ചിത്രം ഒരു വീട്ടിലുള്ളത് എൻ്റെ വീട്ടിലാണ്.
അതായത് 24.5 അടിയുണ്ട്. എൻ്റെ പേര് രാഹുൽ എന്നാണ്. എൻ്റെ ഒരു കാരണങ്ങളിലൊന്ന് ബുദ്ധന്റെ മകന്റെ പേര് രാഹുലൻ എന്നാണ്. അപ്പൊ എൻ്റെ വീട്ടുകാർക്ക് ബുദ്ധനെ ഏറ്റവും ആദരവാണ്. പക്ഷേ ഫാക്ട്സ് ആണ്. ശബരിമല അടിസ്ഥാനപരമായി ഹിന്ദു സമൂഹത്തിന് 2 കൈകളുണ്ട്. ഒരു കൈ വേദിക് ആണ്. വേദങ്ങൾ, ഉപനിഷത്തുകൾ, സംസ്കൃതം അടക്കമുള്ള കാര്യങ്ങൾ. മറുകൈ താന്ത്രിക്കാണ് പ്രധാനമായിട്ട് പൂജാരീതികൾ, പൂജാ പദ്ധതികൾ ഉള്ളത്. ഉദാഹരണം, വേദങ്ങളിൽ അമ്പലങ്ങൾ കാണാൻ പറ്റില്ല. വേദ സംവിധാനത്തിൽ അമ്പല സംവിധാനം ഒന്നൊരു കാര്യമില്ല. താന്ത്രിക പദ്ധതിയിലാണ് അമ്പല സംവിധാനങ്ങൾ ഉണ്ടാകുന്നത്. വേദങ്ങളെക്കാൾ പ്രാചീനമാണ് തന്ത്രവും യോഗയും എല്ലാം. ഒരു താന്ത്രിക പാരമ്പര്യത്തിലുള്ള ക്ഷേത്രമാണ്. കാലാന്തരത്തിൽ അതിൽ വൈദിക സ്വാധീനം വന്നിട്ടുണ്ട്, ബാക്കി സ്വാധീനങ്ങൾ വന്നിട്ടുണ്ട്. ഇവർ പറയുന്നത് ബുദ്ധം ശരണം ഗച്ഛാമി, അതിലെ ശരണവും ഈ ശരണവും തമ്മിൽ ബന്ധമുണ്ടെന്നാണ്. അത് വാക്കിന്റെ സിമിലാരിറ്റി മാത്രമാണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ബുദ്ധൻ അടിസ്ഥാനപരമായ ഒരു പീസ്ഫുൾ മൂർത്തിയാണ്, അഥവാ ശാന്തമൂർത്തിയാണ്. ബുദ്ധൻ എവിടെയും ആയുധങ്ങൾ എടുക്കുന്നതായി കാണുന്നില്ല. അയ്യപ്പൻ വില്ലാളി വീരനാണ്. വില്ലാളി വീരനെ വീരമണി കണ്ഠനെ ആണ്. അയ്യപ്പൻ പള്ളി വേട്ട അടക്കം കാര്യങ്ങൾക്ക് പോകുന്നവരാ. ഇത് കാലാന്തരത്തിൽ ചില ലെഫ്റ്റിസ്റ്റ് ചരിത്രകാരന്മാർ കൺഫ്യൂസ് ചെയ്തതാണ്. അവിടെയാണ് ബുദ്ധവിഹാരങ്ങൾക്കും പള്ളി എന്നൊരു പേരുണ്ടായിരുന്നു. അത് സത്യമാണ്. കേരളത്തിൽ 1-2 സ്ഥലങ്ങളിൽ അങ്ങനെ ബൗദ്ധ സ്വാധീനങ്ങളും ഉണ്ട്. പക്ഷേ ബൗദ്ധ പാരമ്പര്യം തുടങ്ങുന്നതിന് മുമ്പുള്ള ക്ഷേത്രമാണ്. അതായത് BC 2500-ലാണ് ബുദ്ധൻ ജനിക്കുന്നത്, അല്ലെങ്കിൽ ബൗദ്ധധർമ്മം ഉണ്ടാകുന്നത്. ആ കാലഘട്ടം, അതിനു മുമ്പേ ഈ അമ്പല സംവിധാനം കേരളത്തിലുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത്രയും വലിയ അമ്പലങ്ങളായിരുന്നില്ല, ചെറിയ അമ്പലങ്ങളാണ്. 2, സ്ട്രിക്ട്ലി സ്പീക്കിംഗ് ബുദ്ധിസത്തിന്റെ ഭാഗമല്ല. അതായത് ബുദ്ധിസം എൻ്റെ പേപ്പർ ബുദ്ധിസത്തിലാണ്. ബുദ്ധിസം അടിസ്ഥാനപരമായി വിശ്വസിക്കുന്നത് നൈരാത്മ്യവാദമാണ്. അതായത് 3 ദൈവത്തെക്കുറിച്ചുള്ള പൊസിഷൻസ് ഉണ്ട്. എത്തീസം നിരീശ്വരവാദം, തീയിസം ഈശ്വരവിശ്വാസം. ബുദ്ധിസം പ്രധാനമായി അഗ്നോസ്റ്റിസിസമാണ്, അഥവാ ആജ്ഞേയവാദം എന്ന് പറയും. അഥവാ എനിക്കറിയില്ല, അതറിയാൻ കഴിയില്ല എന്നുള്ള വാദമാണ്. അപ്പോൾ നമ്മൾ കാണുന്ന രീതിയിലുള്ള തന്ത്രശാസ്ത്ര പ്രകാരമുള്ള പൂജകളും മറ്റും ബുദ്ധന് അർപ്പിക്കാറില്ല. ഒരു പുഷ്പങ്ങളടക്കമുള്ള സിംബോളിക് ജസ്റ്റേഴ്സേ ഉള്ളൂ. അതുകൊണ്ട് ഇതൊരു തന്ത്രമൂർത്തിയാണ് അയ്യപ്പൻ. അതുകൊണ്ട് ആ താന്ത്രിക പശ്ചാത്തലമുണ്ട്. അയ്യപ്പൻ്റെതായ ലെഗസി ഉണ്ട്. ബുദ്ധഭഗവാൻ മഹാനാണ്, ഏഷ്യയുടെ വെളിച്ചമാണ്. ഇന്ത്യ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനകൾ ബുദ്ധനും മഹാത്മാഗാന്ധിയാണ്. പക്ഷേ ബുദ്ധക്ഷേത്രമാണെന്ന് പറയുന്നുള്ള വാദഗതി ചരിത്രപരമായി തെറ്റാണ്. ശബരിമലയിലേക്ക് മലയാളികളെക്കാൾ കൂടുതൽ കുത്തൊഴുക്കുള്ളത് തമിഴിൽ നിന്നും കർണാടകയിൽ നിന്നുള്ള ആളുകളൊക്കെയാണ്. ഇപ്പൊ ശബരിമലയ്ക്ക് ഒരു തമിഴ് പശ്ചാത്തലം ഉണ്ടോ? 3-4 പശ്ചാത്തലങ്ങളുണ്ട്. ഒന്ന്, അയ്യപ്പൻ ജനിച്ചത് പാണ്ഡ്യ രാജവംശം. അതായത് സൗത്ത് ഇന്ത്യയിൽ 4 പ്രധാന രാജവംശങ്ങളാണുള്ളത്: ചേര, ചോള, പാണ്ഡ്യ, പല്ലവ. നമ്മളെല്ലാം ഈ ചേരനാട്ടിൽ ജനിച്ചതാണ്. ആ ചേരനാടാണ് കേരളമായി മാറിയത്. നമ്മൾ സ്കൂളുകളിൽ പഠിക്കും കേരമാണ് കേരളമായതെന്ന്. അതിനേക്കാൾ കുറച്ചുകൂടെ ഹിസ്റ്റോറിക്കലി ഫാക്ച്വൽ, ചേരനാട് ചേരളമാണ് കേരളം. അതാണ് ചേരൻ, ചെങ്കുട്ടുവൻ തുടങ്ങിയ കാര്യങ്ങൾ. ഇതേപോലെ ചോളന്മാരുണ്ട്. ചോളന്മാരാണ് നമ്മുടെ ഐശ്വര്യ റോയ് വിക്രമൊക്കെ അഭിനയിച്ച PS1 PS2 തുടങ്ങിയ ചോളന്മാരാണ് നമ്മുടെ ഇന്തോനേഷ്യ അടക്കമുള്ള രാജ്യങ്ങളിൽ മാരിടൈം കപ്പലിലൂടെ അടക്കം പോയി വലിയ സാമ്രാജ്യങ്ങൾ സ്ഥാപിച്ചത്. രാജരാജ ചോളൻ, രാജേന്ദ്ര ചോളൻ അടക്കം ഉള്ള ചോളന്മാർ. ഇനി അതേപോലെ പാണ്ഡ്യന്മാരുണ്ട്, പല്ലവന്മാരുണ്ട്. പല്ലവന്മാരിൽ പെട്ടെന്ന് സിനിമ വെച്ചുകൂടെ പറയാം, അപ്പൊ എല്ലാവർക്കും മനസ്സിലാവും. നമ്മുടെ ബോധിധർമ്മൻ, സൂര്യയുടെ 7ാം അറിയുന്ന സിനിമയുണ്ട്. ഈ ബോധിധർമ്മൻ യഥാർത്ഥത്തിൽ ഒരു പല്ലവ രാജകുമാരനാണ്. അദ്ദേഹമാണ് നമ്മുടെ ചൈനയിലേക്കും മറ്റും ഷാവോലിൻ, കരാട്ടെ അടക്കമുള്ള കാര്യങ്ങളുടെ ആദ്യ രൂപമായ കളരിപ്പയറ്റിന്റെ ഒരു രൂപം കൊണ്ടുപോകുന്നത്. ഇതേപോലെ 4ാമത്തെ പ്രധാനപ്പെട്ട രാജവംശമാണ് പാണ്ഡ്യ രാജവംശം. ഈ പാണ്ഡ്യ രാജവംശം ഏകദേശം AD 1000 അല്ലെങ്കിൽ 950 എന്ന് കണക്കുകൂട്ടും. 950-ൽ മധുരയിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. അവിടെ മധുര മീനാക്ഷി കൂടിയാണ് നമ്മുടെ മാളികപ്പുറത്തമ്മ. ഈ മധുര മീനാക്ഷിയെ കൊണ്ടുവരികയും കൈപ്പുഴ തമ്പാൻ എന്നൊരു വ്യക്തിയുടെ സ്ഥലം മേടിച്ച് പന്തളത്തൊരു സ്വരൂപം വെച്ചു. ചില ആൾക്കാർ പറയുന്നത് പാണ്ഡ്യ അളം അതാണ് പന്തളമായി മാറിയെന്നാണ് സാധ്യതയുള്ളത്. പാണ്ഡ്യ അളം, അളം മീൻസ് സ്ഥലം, ചേര അളം, കേര അളം ഞാൻ സ്ഥലം എന്നുള്ളതാണ്. ഈ പാണ്ഡ്യളമാണ് പന്തളം ആയത്. ഈ പന്തളത്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ അയ്യപ്പന്റെ പൂർവികർ വരുന്നത്. അതിൽ രാജശേഖരന്റെ സഹോദരിയായ മായത്തമ്പുരാട്ടിയുടെയും ജയന്തന്റെയും മകനായിട്ടാണ് സ്വാമി അയ്യപ്പൻ ജനിക്കുന്നത്. അതുകൊണ്ട് അയ്യപ്പന്റെ അമ്മ വഴി അയ്യപ്പന് ഒരു തമിഴ് ലൈനേജ് ഉണ്ട്. ഇന്ന് കാണുന്ന രീതിയിൽ മലയാളമൊന്നും ഉണ്ടായിട്ടില്ല. അതായത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനും ആധുനിക നമ്മൾ ഇന്ന് സംസാരിക്കുന്നൊരു മലയാളവുമില്ല. ഒരു പ്രാക് തമിഴ് രൂപത്തിലാണ് അവർ സംസാരിച്ചിരുന്നത്. പക്ഷേ കേരള മണ്ണിൽ ജനിച്ച ദൈവമാണ് അയ്യപ്പൻ എന്ന് പറയാം. വലിയ സ്ട്രോങ് തമിഴ് ലൈനേജ് ഉണ്ട്. അതോടൊപ്പം തമിഴ്, തെലുങ്കിൽ നിന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത്. ആ വരുന്നതിന്റെ കാരണവുമുണ്ട്. അതിനൊരു ഹിസ്റ്റോറിക്കൽ രേഖയും കൂടെ പറയാം. 1812 മുതൽ 16 വരെയുള്ള കാലഘട്ടങ്ങളിൽ തിരുവിതാംകൂർ, കൊച്ചി സംസ്ഥാനങ്ങൾ കണ്ട
വാർഡും കോണറും എന്ന് രണ്ട് ബ്രിട്ടീഷ് സൈനികർ ഈ നമ്മുടെ നാടിനെ കുറിച്ച്, നമ്മുടെ നാടിന്റെ മനോഹാരിതയെക്കുറിച്ച് ഓർമ്മക്കുറിപ്പുകൾ എഴുതിയിട്ടുണ്ട്. കേരള ഗവൺമെന്റ് ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കുന്ന പുസ്തകമാണ്. പുസ്തകത്തിന്റെ പേര് മെമ്മോയേഴ്സ് ഓഫ് ദി സർവേ ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ സ്റ്റേറ്റ്സ്. അതിൽ വോളിയം 2 പേജ് നമ്പർ 126 പാരഗ്രാഫ് 4 മുതൽ ശബരിമലയെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതിൽ വാർഡും കോണറും പറയുന്നത് അന്ന് 200 വർഷം മുമ്പ് സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ്, ട്രെയിനോ ആധുനിക സൗകര്യങ്ങളോ ഉണ്ടാകുന്നതിന് മുമ്പ് 200 വർഷം മുമ്പ് ശബരിമലയിൽ 10 മുതൽ 15,000-ഓളം ആൾക്കാർ വന്നിരുന്നു. ഇന്ത്യയുടെ ഏറ്റവും അന്തർഭാഗങ്ങളിൽ നിന്ന് വരെ ശബരിമലയിൽ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. ഇത് അവരുടെ റെക്കോർഡാണ്. ഇതിന്റെ റീസൺ എന്ന് പറയുന്നത് ശൈവ വൈഷ്ണവ ക്ലാഷസ് അവസാനിപ്പിച്ചത് അയ്യപ്പനാണ്. ശിവഭക്തരും വിഷ്ണു ഭക്തരും തമ്മിലുള്ള ക്ലാഷസ് കുറച്ചുകൂടെ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ, ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും കമലഹാസന്റെ ദശാവതാരം എന്നൊരു സിനിമ കണ്ടു കാണും. അതിലെ ആദ്യ 15 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ശൈവരും വൈഷ്ണവരും തമ്മിലുള്ള ക്ലാഷാണ്. വൈഷ്ണവനായ കമലഹാസൻ ശൈവനായ നെപ്പോളിയനോടുള്ള ക്ലാഷാണ്. ഈ ക്ലാഷുകൾ വലിയൊരു ശതമാനം അവസാനിപ്പിച്ചതും ശൈവരായാലെങ്കിലും വൈഷ്ണവരാണെങ്കിലും അയ്യനാണെങ്കിലും അപ്പനാണെങ്കിലും ആത്യന്തികമായി അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ ശിവൻ, അയ്യൻ എന്ന് പറഞ്ഞാൽ വിഷ്ണു, നിങ്ങൾ ഒരേ ചൈതന്യത്തിലേക്കാണ് എത്തുന്നത് എന്ന ആശയം മുമ്പോട്ട് വെച്ചാൽ അയ്യപ്പനാണ്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് കഴിഞ്ഞ പല നൂറ്റാണ്ടുകളായി, 1000-ഓളം വർഷങ്ങളായി എല്ലാ ജനവിഭാഗങ്ങളും വരുന്നത്. അതോടൊപ്പം കേരള ഹൈക്കോടതി 1991 നമ്മുടെ എസ് മഹേന്ദ്രൻ വേഴ്സസ് ട്രാവൻകൂർ ദേവസ്വം ബോർഡ് വിഷയത്തിൽ വിധിന്യായത്തിന്റെ ഭാഗമായി പറയുന്നുണ്ട്, ഹിന്ദുമതത്തിലെ പിന്നോക്ക ജാതി വിഭാഗങ്ങളെ മറ്റു പല അമ്പലങ്ങളിലും അകറ്റി നിർത്തിയിരുന്ന സമയത്ത് പോലും ശബരിമലയിൽ എല്ലാവർക്കും പ്രവേശനം നൽകിയിരുന്നു. അത് ഈ അയ്യപ്പന്റെ പാരമ്പര്യം ഉള്ളതുകൊണ്ടാണ്. അപ്പം അങ്ങനെ വലിയൊരു ലെഗസി ശബരിമലയ്ക്കുണ്ട്. അതിൽ തമിഴ്, നമ്മുടെ സൗത്ത് ഇന്ത്യൻ സംസ്കാരം തന്നെ റിഫ്ലക്റ്റഡ് ആണ്.